ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ വചനത്തിൻ്റെ മാധുര്യം ആസ്വദിക്കുവാനും അതിൻ്റെ ചൈതന്യത്താൽ ജീവിക്കുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ഞങ്ങളെ ആശ്വസിപ്പിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ മറിയമേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം, അധ്യായം 26, 6 മുതലുള്ള തിരുവചനങ്ങൾ. യേശു ബഥാനിയായിൽ കുഷ്ഠരോഗിയായ ശിമയോന്റെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ വിലയേറിയ സുഗന്ധതൈലം നിറച്ച ഒരു വെൺകൽ പാത്രവുമായി ഒരു സ്ത്രീ അവനെ സമീപിച്ചു. അവൻ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൾ തൈലം അവൻ്റെ ശിരസിൽ ഒഴിച്ചു. ഇത് കണ്ട ശിഷ്യന്മാർ കോപത്തോടെ പറഞ്ഞു, എന്തിന് ഈ പാഴ്ചെലവ്? ഈ സുഗന്ധതൈലം നല്ല വിലയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ? യേശു ഇത് ഗ്രഹിച്ച് അവരോട് പറഞ്ഞു, എന്തിന് നിങ്ങൾ ഈ സ്ത്രീയെ വിഷമിപ്പിക്കുന്നു? ഇവൾ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു. ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്, ഞാനാകട്ടെ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. എന്നെ സംസ്കരിക്കുന്നതിനുള്ള ഒരുക്കമായിട്ടാണ് ഇവൾ എൻ്റെ ശരീരത്തിൽ തൈലം പൂശിയത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ലോകത്തിൽ എവിടെയെല്ലാം ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഇവളുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വളരെയേറെ പ്രതീക്ഷ നൽകുന്ന ഒരു ജീവിതശൈലിയാണ് ഇപ്പോൾ നമ്മളുടെ ഇടയനായി പത്രോസിൻ്റെ സിംഹാസനത്തിലായിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിത ശൈലിയും ജീവിത രീതികളും ഒക്കെ. ഒരുപാട് മനുഷ്യത്വത്തോടുകൂടെ ഇടപഴകുന്ന ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് ഇത്രയും വലിയ റോമിൻ്റെ സിംഹാസനത്തിലായിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് ഒരുപക്ഷെ ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരിയേറെ വിറ്റുപോവുകയും അതിനേക്കാൾ ഉപരിയായി വളരെ ഹൃദ്യമായി വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രബോധനമൊക്കെ ആയിട്ട് തോന്നുന്നത്. മാർപ്പാപ്പയുടെ ഈ ദിവസങ്ങളിൽ ചില അപ്പസ്തോലിക പ്രബോധനങ്ങളിൽ കണ്ണോടിച്ച് പോയി കഴിഞ്ഞപ്പോൾ അതിലൊരു വാചകം ഇങ്ങനെ വല്ലാതെ നമ്മളെ സ്പർശിക്കുന്നുണ്ട്. ആ വാചകം എങ്ങനെയാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെ ലോകത്തോട് പറയാണ്, അല്ലെങ്കിൽ ഓരോ മക്കളോടുമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ഒരു വാചകം എങ്ങനെയാണ്? നിങ്ങൾക്ക് ലോകത്തിൻ്റെ മുമ്പിൽ ആശ്വാസത്തിൻ്റെ മരുപ്പച്ചകളായിട്ട് മാറാൻ പറ്റുമോ എന്നുള്ളത്. നമുക്കറിയാം, ആ ടേം യൂസ് ചെയ്യുന്ന മാർപ്പാപ്പ എത്ര ഹൃദ്യമായിട്ടാണ് പറയുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാകുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതം മുഴുവൻ ഈ ദിവസങ്ങളിൽ കാണുന്നത് ഇങ്ങനെയൊരു ആശ്വാസത്തിൻ്റെ മരുപ്പച്ചയായിട്ട് തീരുന്നതിനെ കുറിച്ചാണ്. അനേകരെ മാർപ്പാപ്പയുടെ സാന്നിധ്യം വഴി ഒരു പിതാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ പൂർണ്ണതയായിട്ട് മാർപ്പാപ്പ ജീവിക്കുന്നത് ഇങ്ങനെ കാണാം. അതുകൊണ്ടാണ് മാർപ്പാപ്പ ഇങ്ങനെ ഒരു വെല്ലുവിളി പോലെയൊക്കെ നമ്മളോട് ചോദിക്കുന്നത്, നമുക്കങ്ങനെ ഒരു ആശ്വാസത്തിൻ്റെ മരുപ്പച്ചയായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മുടെ മുൻപിലേക്ക് വരുന്നവർക്ക് ഒരു ആശ്വാസത്തിൻ്റെ അനുഭവമാണോ കൊടുക്കുന്നത് എന്നൊക്കെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ചോദിക്കുന്നത്. ഇടയർക്കുള്ള സന്യസ്തർക്കുള്ള കത്തിലൊക്കെ മാർപ്പാപ്പ ഇതങ്ങനെ ശക്തമായിട്ട് വൈദികരോടും സന്യസ്തരോടും പറയുകയാണ്, നിങ്ങളുടെ മുൻപിൽ വരുന്നവരോട് വളരെ ആശ്വസിപ്പിക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ സംഭാഷണം എന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ഒരു വചന സന്ദേശത്തിലൂടെ കർത്താവിൻ്റെ ജീവിതത്തെക്കുറിച്ച് മത്തായി ശ്ലീഹ വളരെ കൃത്യമായിട്ട് എഴുതി വയ്ക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ്? കർത്താവിൻ്റെ ജീവിതശൈലി എന്ന് പറയുന്നത് ആശ്വസിപ്പിക്കുന്ന ജീവിതശൈലിയായിരുന്നു എന്ന് പറയാം. ഇന്ന് ഈ ഒരു സുവിശേഷ ഭാഗം അതിനെ വളരെ ഏറ്റവും നല്ല ഒരു തെളിവായിട്ട് നിൽക്കുക. പശ്ചാത്തലമൊക്കെ നമ്മളിങ്ങനെ ഈ ബൈബിൾ പഠിക്കുന്നവരൊക്കെ കുറിച്ച് അറിയാം. എന്താണ് പശ്ചാത്തലം നോക്കുക? ബഥാനിയയിലെ ഒരു തൈലാഭിഷേകത്തിൻ്റെ കഥ പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത്. ഒരു പാവപ്പെട്ട സ്ത്രീ ഒന്ന് പിഴച്ചു പോയ വഴിതെറ്റിയ ഒരു ജീവിതശൈലിയുടെ ഉടമയായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. ആരുടെ അടുത്തൊക്കെ പോയാലും ഒരു ആശ്വാസവും കിട്ടാതിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഈശോ അവിടെ ശിമയോന്റെ ഭവനത്തിലുണ്ട് എന്നറിഞ്ഞ് അവിടേക്ക് ചെല്ലുന്നത്. സ്വാഭാവികമായിട്ടും ചിന്തിക്കാം, ഇവള് വഴിപിഴച്ചു പോയ സ്ത്രീയാണ്, ഇവൾക്ക് ആശ്വാസം കൊടുക്കേണ്ട ഒരു കാര്യമില്ല ക്രിസ്തുവിന്. പക്ഷെ അവരുടെ ഇടയിൽ നിന്ന് ഇവൾ ചെയ്യുന്നത് ഈശോയുടെ കാൽക്കൽ വീണ് ഈശോയെ തെറ്റിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ ഈശോ ചെയ്യുന്ന പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് അവളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി അവളെ ആശ്വസിപ്പിക്കുന്ന ഒരു ക്രിസ്തുവിൻ്റെ രൂപമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതേസമയം തന്നെ നമ്മൾ ശിഷ്യന്മാരെ കാണുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ജീവിതശൈലിയിലും. അതിന് തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്, ഇത് കണ്ട ശിഷ്യന്മാർ കോപത്തോടെ അവളോട് സംസാരിച്ചു എന്നാണ് പറയുന്നത്. അതായത് ആശ്വസിപ്പിക്കാനായിട്ട് വിധിക്കപ്പെട്ടവനാണ് ഈ പറയുന്ന സ്ത്രീ, അല്ലെങ്കിൽ ആശ്വാസം ആഗ്രഹിച്ചു വന്നവളായിരുന്നു ഈ പാവപ്പെട്ട സ്ത്രീ.
എന്നിട്ട് ഈ ശിഷ്യന്മാർ ചെയ്യുന്നത് ആശ്വാസത്തിൻ്റെ മരുപ്പച്ച കൊടുക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഒരു മരീചിക പോലെ നിലനിൽക്കുന്ന ഒരു കാര്യം ചെയ്യാം. അപ്പോൾ ഈശോ എന്നിട്ട് ഇവളെ എടുത്ത് മുന്നിൽ നിർത്തിയിട്ട് പറയുകയാണ്, ഞാൻ ഇവളെ ആശ്വസിപ്പിച്ചതുപോലെ നിങ്ങളും ഇനി മറ്റുള്ളവരെ ആശ്വസിപ്പിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ സ്നേഹമുള്ളവരെ, നമുക്ക് ഈ ഒരു ദിവസം ഒന്ന് കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പിലിരിക്കുന്ന നമ്മൾ ഒന്ന് ഓർക്കേണ്ടത് ഇങ്ങനെയാണ്: ദൈവം എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നൊരു ബോധ്യത്തോടു കൂടെയാണോ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കണേ? ഇപ്പോൾ ഒരു ആശ്വാസമില്ലാത്ത ജീവിതശൈലിയിലൊക്കെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ശൈലിയിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ദൈവം എന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന ഒരു ബോധ്യത്തിൽ ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഈ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ ഒരു അടയാളം. കർത്താവ് എന്നെ ആശ്വസിപ്പിക്കാത്തതായിട്ട് ഒന്നുമില്ല. എൻ്റെ കർത്താവിൻ്റെ മുമ്പിലേക്ക് ഞാൻ വീഴാനുള്ള ഒരു തീരുമാനമെടുത്താൽ കർത്താവ് എന്നെ ആശ്വസിപ്പിക്കും എന്ന് തിരിച്ചറിയുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഏറ്റവും കാലികമായ പ്രസക്തി. പഴയ നിയമം മുഴുവൻ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കാര്യമൊക്കെ കാണുന്നുണ്ട്. ആശ്വസിപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് സങ്കീർത്തകൻ പറയുന്നത്, എൻ്റെ ദൈവമേ, ഞാൻ ഒത്തിരി വഴിതെറ്റിയ മനുഷ്യനാണ്, പക്ഷേ എനിക്കൊരു ഉറപ്പുണ്ട്, ദൈവം എന്നെ ആശ്വസിപ്പിക്കും എന്നുള്ളത്. നല്ലൊരു ഉദാഹരണം സങ്കീർത്തനം 86:7 86:7 പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവ് എന്നെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ തിരുവചനത്തെക്കുറിച്ച് ഈ സങ്കീർത്തകൻ എഴുതി വയ്ക്കുകയാണ്, ദൈവത്തിൻ്റെ മുഖം എന്ന് പറയുന്നത് ആശ്വസിപ്പിക്കുന്ന മുഖമാണ്. ദാവീദിനെ കുറിച്ച് നമുക്കറിയാം, ഒരുപാട് വഴികളിലൂടെ പിഴച്ചുപോയി എന്ന് പറയുന്ന ഒരു ജീവിതശൈലിയാണ്. ഒരു രാജാവായിരുന്നിട്ടും ഒത്തിരിയേറെ കള്ളത്തരങ്ങളിലൂടെ ജീവിതം പോവാം. ഏറ്റവും മോശമാവുന്ന രീതിയിൽ ബത്ശബയുമൊത്ത് ജീവിതം പങ്കിടുന്നു, ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യനാണ്. എന്നിട്ട് ഇദ്ദേഹം അവസാനം തിരിച്ചറിയാണ്, അതൊക്കെ ചെയ്തു കഴിഞ്ഞ് പാപത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വീണ് കഴിഞ്ഞിട്ട് ഇവൻ ദൈവത്തിൻ്റെ കാൽപാദങ്ങളിലേക്ക് വീഴുക. 51-ാം സങ്കീർത്തനമൊക്കെ തുടങ്ങുന്നത് അങ്ങനെയാണ്: കർത്താവെ, എന്നെ ഒന്ന് സഹായിക്കണേന്നൊക്കെ പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ വീഴുക. അപ്പോൾ തിരുവചനം അത് കഴിഞ്ഞിട്ട് സങ്കീർത്തകനായ ഈ ദാവീദ് പിന്നീട് പറയാണ്, ദൈവം 86-ാം സങ്കീർത്തനം തുടങ്ങുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടാണ്: ദൈവം എന്നെ ആശ്വസിപ്പിച്ചു എന്നുള്ളത്. ആ ഒരു ആശ്വാസത്തിൻ്റെ നിറവിലാണ് ദാവീദ് ജീവിച്ചത് എന്ന് പറഞ്ഞ് അതിങ്ങനെ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ദൈവം ആശ്വസിപ്പിച്ചൊരു അനുഭവം ഒന്ന് വെറുതെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? ഞാൻ ഈ ദിവസം ഇങ്ങനെ ഒന്ന് ഓർക്കുക, കർത്താവ് എന്നെ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു അത്ഭുതം പോലെ എന്നെ ആശ്വസിപ്പിച്ചത്. ഒരു ഷൂട്ടിങ്ങിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് ക്രിസ്മസിൻ്റെ ഒരു പ്രോഗ്രാമൊക്കെ ആയിട്ട് പോയതാണ്. ഒരു പാടം ഭാഗത്ത് കുറച്ച് മക്കളെ 10-15 മക്കൾക്കൊരു ഡാൻസ് അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ഈശോയുടെ ഒരു ഗാനമൊക്കെ ആലപിക്കാനൊക്കെ ആയിട്ടാണ് ഇവർ ആ പാടത്ത് നിൽക്കുന്നത്. അപ്പോൾ അത് പോകുന്നതിന് മുമ്പ് കർത്താവിൻ്റെ തിരുവചനം, ഈശോയെ, നീ എനിക്കിങ്ങനെ ഒരു വലിയൊരു പ്രൊജക്റ്റാണ്, കുറേ പൈസ ഇറക്കുന്നതാണ്, കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് ഇങ്ങനെ കാണിച്ചു തരുന്നത് ആശ്വസിപ്പിക്കുന്ന കർത്താവിൻ്റെ ഒരു കാര്യം ഇങ്ങനെ കാണാം. അപ്പോൾ വലിയൊരു സമാധാനത്തോടു കൂടെ നമ്മൾ ആ പ്രോഗ്രാമിന് പങ്കെടുക്കുക. അങ്ങനെ ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോഴാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലോറിൽ ഒരു മോള് ഈ പറയുന്ന പാടത്ത് ഇത് ചവിട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഡാൻസ് കളിക്കുമ്പോൾ ഇവളുടെ കാല് കൊള്ളുന്നത് ഒരു കിടക്കുന്ന, അതല്ലെങ്കിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ഒരു പാമ്പിൻ്റെ മേലാണ് ഇവൾ ചവിട്ടുന്നത്. ഈ പാമ്പിൻ്റെ മേലിൽ ചവിട്ടി കഴിഞ്ഞപ്പോഴാണ് വിളിച്ചിട്ട് പറയണത്, അച്ഛാ, ഇവൾ പാമ്പാണോ സംശയമുണ്ട് അച്ഛാ എന്ന് പറഞ്ഞിട്ട് നിൽക്കുക. ഈ മോളിങ്ങനെ നീങ്ങി വന്നപ്പോൾ നോക്കുമ്പോൾ സ്നേഹമുള്ളവർ അത്രയും വലിയൊരു പാമ്പ് ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുക. ഇവൾ ചവിട്ടുന്നതിൻ്റെ ഇടയിൽ ഒന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ ഈ മോളുടെ ജീവിതം ഒരു പക്ഷേ ഈ ലോകത്തിൽ ഉണ്ടാവില്ല, ഇന്ന് വചനം പറയാനായിട്ട് ഞാനുണ്ടാവില്ല. അപ്പം ഞാനിങ്ങനെ ഓർക്കായിരുന്നു, കർത്താവ് അതിന് മുമ്പ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്ന കർത്താവാണ്. അത് കഴിഞ്ഞ് വലിയ സന്തോഷത്തോടു കൂടി കർത്താവെ, നീ എന്നെ ആശ്വസിപ്പിച്ചത് നന്ദി എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ കൂടി ഈ തിരുവചനം എടുക്കുക. അപ്പോൾ കർത്താവ് എനിക്ക് കാണിച്ചു തരണേ ഏതാണെന്നറിയോ? പൗലോസ്ലീഹായുടെ കൈയിൻ്റെ മുകളിൽ പാമ്പ് കയറുന്നുണ്ട്. പൗലോസ്ലീഹയുടെ കൈയിൻ്റെ മുകളിലൂടെ പാമ്പ് കയറുമ്പോൾ ജനമൊക്കെ ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുക. പിന്നെ പേടിച്ച് നിൽക്കുന്ന സമയത്ത് പൗലോസ്ലീഹ പറയുക, എനിക്ക് പേടിയില്ല, കാരണം എൻ്റെ കർത്താവ് എന്നെ ആശ്വസിപ്പിക്കും, എനിക്കൊരു സമാധാനത്തിൻ്റെ കുറവ് എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൻ സിമ്പിളായിട്ട് ഇത്ര വലിയ അണലിയെ പോലെയുള്ള, അല്ലെങ്കിൽ ഒന്ന് ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് കൊത്തിക്കഴിഞ്ഞാൽ ചാവാൻ വിധിക്കപ്പെട്ട ജന്മമുള്ള ഇവനിങ്ങനെ പതുക്കെ ഈ പാമ്പിനെടുത്ത് മാറ്റുക. അവർ കൂടി നിൽക്കുന്നവർ പറയുന്ന കാര്യം ഇവനിങ്ങനെയാണ്: ദൈവം നമ്മളെ ആശ്വസിപ്പിക്കും. എൻ്റെ മിശിഹായിൽ സ്നേഹമുള്ളവർ, ഓരോ പ്രഭാതത്തിലും ഇങ്ങനെ ഒന്ന് മനസ്സിനെ ഒന്ന് പഠിപ്പിക്കാൻ പറ്റുമോ? എത്ര പ്രശ്നങ്ങളുണ്ടാവട്ടെ ലൈഫിൽ, ഒരു പക്ഷേ ജീവിതം തീർന്നു പോകുന്ന രീതിയിലുള്ള അവസ്ഥകളുണ്ടെങ്കിലും ഒന്നും മിഴിപൂട്ടി നിനക്ക് നിൽക്കാൻ പറ്റണം. എന്നിട്ട് പറയണം, എൻ്റെ കർത്താവ് എന്നെ ആശ്വസിപ്പിക്കും. ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു പാട്ട് എല്ലാ ദിവസവും ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പാടുന്നൊരു പാട്ടുണ്ട്. എൻ്റെ വരികൾ ഇങ്ങനെയാണ്: കർത്താവ് എന്നെ ആശ്വസിപ്പിക്കുന്ന പോലെ എനിക്കിങ്ങനെ തോന്നുന്നതാ. എന്തേ വാടി തളർന്നു പോയി നീ. തലേദിവസമൊക്കെ രാത്രിയൊക്കെ ഇങ്ങനെ കുറേ ലേറ്റായിട്ടൊക്കെ കിടന്നു കഴിഞ്ഞ് എഴുന്നേൽക്കാനൊക്കെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ കട്ടിലിൽ കിടക്കുന്ന പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അറിയുന്ന കാര്യം ഇങ്ങനെയാണ്. ഈശ്വരൻ്റെ അടുത്ത് പറയും, നീ എന്തിനത്ര സങ്കടപ്പെടുന്നേ? എൻ്റെ ദുഃഖത്തിലാണ്ടു പോയി നീ, അറിയുന്നതല്ലേ അനുഭവമല്ലേ
ഞാനെന്നും നിന്നോടു കൂടെയില്ലേ, അറിയുന്നതല്ലേ അനുഭവമല്ലേ, ഞാനെന്നും നിന്നോട് കൂടെയില്ലേ. സ്നേഹമുള്ളവരെ, ഈ ഒരു 4 വരി പാടി ഇങ്ങനെ ആ ബെഡ്റൂമിൽ നിന്ന് എഴുന്നേറ്റ് വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത് അതിപ്പോൾ നിങ്ങളോട് പറഞ്ഞാൽ തീർക്കാൻ പറ്റില്ല. കാരണം അത്രയും കർത്താവ് ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ആശ്വസിപ്പിക്കുക. സാർ, നീ എന്തിനാ പേടിക്കണേ? നിനക്കെതിരെ ലോകം തിരിയട്ടെ, നിനക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ, രോഗം ഉണ്ടാവട്ടെ, ബന്ധനങ്ങൾ ഉണ്ടാവട്ടെ, അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവട്ടെ, പക്ഷെ അതിനെയൊക്കെ അപ്പുറത്ത് കവർ ചെയ്യാനുള്ള ഒരു കവചമായിട്ട് ഞാൻ നിൽക്കാമെന്ന് പറയാം. മരണത്തിൻ്റെ നീഴൽ വീണ താഴ്വരയിലൂടെ നീ നടന്നു പോകുമ്പോഴും ഇതിനെ ആശ്വസിപ്പിക്കുന്ന ദൈവമായിട്ട് ഞാനുണ്ടെന്ന് പറയാം. എൻ്റെ സ്നേഹമുള്ളവരെ, സത്യമായിട്ടും ഈ പറയുന്ന തെറ്റിപ്പോയി സ്ത്രീയെ ആശ്വസിപ്പിച്ച കർത്താവ് ഇന്ന് നമ്മളെയും ആശ്വസിപ്പിക്കുമെന്ന് ഈ ഒരു കർത്താവിൻ്റെ തിരുവചനം നമ്മളോട് പറയുന്നുണ്ട്. രണ്ടാമത്തെ ഒരു ദൗത്യം, ഈ ആശ്വാസം ലഭിച്ച് നമുക്ക് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. ഈശോ ചെയ്ത അതേ ദൗത്യമാണ് സ്നേഹമുള്ളവരെ നമുക്ക് ചെയ്യാനുള്ളത്. പക്ഷെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരും ഒന്ന് പരസ്പരം ഒന്ന് ആശ്വസിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു നേരത്തെ ഭക്ഷണമൊക്കെ ഒന്ന് കൊടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് എന്തിനാ ഒരു അല്പം ഒന്ന് കെയർ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെയൊക്കെ നമ്മളിങ്ങനെ പോകണില്ലേ. ഇങ്ങനെ വരുമ്പോൾ ഇന്ന് ബസ്സിൽ വരുമ്പോൾ പോലും കാണുക വഴിയിൽ ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് ഒക്കെ ആയിട്ട് കിടക്കുന്ന സമയത്ത് ഒന്നെടുക്കാനായിട്ട് ഇപ്പോഴും നമുക്ക് പറ്റിയിട്ടില്ല. അത് പോലീസ് കേസ് അല്ലെന്നും അതൊരു ജീവകാരുണ്യ പ്രവൃത്തിയാണെന്നും ഒക്കെ നമുക്കറിയാം. എന്നിട്ട് നമ്മളതൊന്ന് ഒരാളെ ഒന്ന് എടുത്ത് സേവ് ചെയ്ത് ഒന്ന് കൊണ്ടുപോകണ ഒരു അനുഭവം ഇല്ല. അപ്പം നമ്മളിങ്ങനെ ബൈബിളിൽ നോക്കുമ്പോൾ ചില കഥാപാത്രങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്, ആശ്വസിപ്പിച്ച ചില മനുഷ്യരെ. നമ്മളിങ്ങനെ ഒന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പഠനത്തിനായിട്ട് ഈ ബൈബിളിൻ്റെ ഒരു പഠനത്തിന് വേണ്ടി എടുക്കുമ്പോൾ നോക്കുന്നത് അത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ജോസഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ജോസഫിൻ്റെ ജീവിതം നമുക്കറിയാം. ചേട്ടന്മാർ കൂടിയിട്ട് ഇവനെ കൊണ്ടുപോയിട്ട് പൊട്ടക്കിണറിൽ കൊണ്ടുപോയിടുന്ന അത്രയും ഇവനെ ആശ്വസിപ്പിക്കാതെ തട്ടിക്കളഞ്ഞ മനുഷ്യനായിരുന്നു ഈ പറയുന്ന ജോസഫ്. അങ്ങനെ ഒരു ആശ്വാസം അവന് കിട്ടിയിട്ടില്ല. പക്ഷെ ഇതിൻ്റെ തിരുവചനം 50-ാം അധ്യായത്തിൻ്റെ 21-ാം തിരുവചനം പറയണത് എന്താണെന്നറിയോ? ജോസഫ് എന്നിട്ട് ഈ പറയുന്ന സഹോദരങ്ങളെ ആശ്വസിപ്പിക്കുക. അവരുടെ നാട്ടിൽ ക്ഷാമം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇവൻ്റെ മുൻപിലേക്ക് കൈനീട്ടുന്നവർ ജോസഫ് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയാം, നിൻ്റെ മക്കളെയും നിൻ്റെ കുടുംബത്തെയും ഞാൻ ആശ്വസിപ്പിക്കാം. നിങ്ങളെന്നെ തട്ടിയിട്ടതൊന്നുമല്ല, ദൈവം എന്നെ അയച്ചതാ. അതുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടേണ്ട, ഞാൻ എന്ത് വിചാരിച്ച് നിങ്ങൾ എന്തിനാ ഭയപ്പെടണേന്നൊക്കെ പറഞ്ഞ് ജോസഫ് എന്ത് ചെയ്യുക, അവരുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ആശ്വാസത്തിൻ്റെ മരുപ്പച്ചയായിട്ട് തീരുക. അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്യുന്നത്, ജോസഫിനെ ആ നാടിൻ്റെ ചൈതന്യമുള്ള, ആ പറയുന്ന ദേശത്തിൻ്റെ ഏറ്റവും ചൈതന്യമുള്ള മകനാക്കി തീർക്കുക. ആശ്വാസം കൊടുക്കാനുള്ള ഒരു വിളി ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ജോസഫ്. അത് നിറവേറ്റി കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതം കൃപയുള്ളതായിട്ട് തീരുക. ഇതിൻ്റെ ഒരു പാരഡോക്സ് പോലെ നമ്മൾ കാണുന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഹെറോദസാണ്. ഹെറോദസ് ആശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കപ്പെട്ട ഒരു മകനായിരുന്നു. ഹെറോദസ് അന്ന് ഒരു ആശ്വാസം കൊടുക്കുന്ന രീതിയിൽ അവിടെയുള്ള കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച് ആശ്വാസത്തിൻ്റെ മരുപ്പച്ച കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ വിശുദ്ധ ഹെറോദസ് എന്ന് അദ്ദേഹത്തെ വിളിച്ചേനെ. പക്ഷെ സംഭവിക്കുന്നത് എന്താ? ജസ്റ്റ് ഓപ്പോസിറ്റ് സംഭവിക്കുക. ആശ്വാസം കൊടുക്കാതെ അവനിങ്ങനെ കടന്നു പോവാം. നമ്മളിങ്ങനെ വെറുതെ ഒന്ന് ഈ ഒരു സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒന്ന് ഓർക്കണം, ഞാൻ ഈ ജോസഫിനെ പോലെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന വ്യക്തിയാണോ, അതോ ഈ പറയുന്ന ഹെറോദസിനെ പോലെ ഞാനിങ്ങനെ ഏറ്റവും മോശമാവുന്ന രീതിയിൽ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാതെ അവരെ തകർക്കാനുള്ള ഗൂഢമായ തന്ത്രത്തിലാണോ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? രണ്ടാമത്തെ ഒരു കഥാപാത്രം വേണമെങ്കിൽ കാണാനുള്ളത് അത് റൂത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. റൂത്തിൻ്റെ ലൈഫ് നമുക്കറിയാം. ഭർത്താവ് മരിച്ചുപോയ സ്ത്രീ ഇനി ഒരു സാധ്യതയില്ലാതെ നിൽക്കുക. പക്ഷെ ഇവൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഇവളുടെ അമ്മായിമ്മയെ ആശ്വസിപ്പിക്കാൻ നിൽക്കുക. അമ്മായിമ്മ പറഞ്ഞു, മോളെ നീ വേറെ എവിടെയെങ്കിലും പോയി നിന്നോ. അപ്പോൾ ഈ പറയുന്ന റൂത്ത് പറയുന്നുണ്ട്, ഇല്ലമ്മ, ഞാൻ അമ്മയുടെ കൂടെ നിൽക്കാം. അമ്മായിമ്മയുടെ കൂടെ ഒരു മകൾ ഇങ്ങനെ കൂടെ നിൽക്കുക. ഞാനിനി ജീവിക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിലാണ്. ഭർത്താവിൻ്റെ അമ്മയുടെ കൂടെ അമ്മയെ ആശ്വസിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ദൗത്യം എന്ന് പറഞ്ഞിട്ട് നിൽക്കുക. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ പേരെങ്കിലുമൊക്കെ നമുക്ക് പറയുന്ന പരിചയമുള്ള വീട്ടമ്മമാരാണ് എനിക്കറിയാം. വീട്ടമ്മമാരോടൊക്കെ ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ, ഇങ്ങനെ നമ്മുടെ അമ്മായിമ്മയും മരുമക്കളും ഒക്കെ ആയിട്ടുള്ള ബന്ധം എത്രത്തോളം സ്ട്രോങ്ങാണ്? വായിച്ചിട്ടില്ലെങ്കിൽ ഈ റൂത്തിൻ്റെയൊക്കെ ഒരു ഭാഗം ഒന്ന് ഇടയ്ക്കൊന്ന് വായിച്ചു നോക്കണം, നല്ലതാണ്. ഇപ്പോൾ ഈ ദിവസങ്ങളൊക്കെ സീരിയലൊക്കെ ഇങ്ങനെ പ്രളയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു നല്ല മുഖം പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഓരോ ഇങ്ങനെ സീരിയലുകളുടെ പേരൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ പേടിച്ചിട്ട് ഈ അമ്മമാരുടെയും മരുമക്കളുടെയും മുഖമൊക്കെ ഇങ്ങനെ ഏതാണ്ട് ചുക്കിച്ചൊളിഞ്ഞാൽ കാണാൻ ഭംഗിയുള്ള സ്ത്രീകൾ ഇത്രയും മോശമായിക്കൊണ്ടിരിക്കുക. എന്നിട്ട് റൂത്തിൻ്റെ ജീവിതം പറയുകയാണ്, അവൾ ആശ്വസിപ്പിക്കുന്ന ജീവിതമായിരുന്നു. പക്ഷേ ഈ ആശ്വസിപ്പിക്കുന്ന ജീവിതത്തിന് പിന്നെ കിട്ടുന്ന കാര്യം എന്താണെന്നറിയോ? പിന്നെ ഇവളെയും ആശ്വസിപ്പിക്കാനായിട്ട് ആയിരങ്ങൾ വരിക എന്നുള്ളതാണ്. നമ്മൾ ഒരു ചെറിയൊരു ഉദാഹരണത്തിന് ഇദ്ദേഹത്തിൻ്റെ വലിയ ക്രൈസിസിലൂടെ പോവാം, ദാരിദ്ര്യത്തിലൂടെ കടന്നു പോവാം. അപ്പോൾ ഇവള് ആശ്വാസത്തിന് വേണ്ടി വേറൊരുത്തർക്ക് ചെല്ലുന്ന സ്ഥലം എന്താ? അതാ പറയുന്ന ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്ന ബോവാസ് എന്ന് പറയുന്ന ആ രാജാവിൻ്റെ തോട്ടത്തിലേക്ക് ചെല്ലുക.
അപ്പോൾ ഇതാ ഈ പറയുന്ന ബോവാസ് എന്ന് പറയുന്ന ആ രാജാവിന് ഇവളെ ആശ്വസിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്. റൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 13-ാം തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്: റൂത്തിനെ കണ്ടപ്പോൾ ബോവാസ് ഇവൾക്ക് വേണ്ടതായ കാര്യമൊക്കെ ചെയ്തു കൊടുക്കുക. നീ ഇവിടെ വന്ന് കാല പറക്കിക്കോ, നീ ഏത് തലത്തിലുള്ള സ്ത്രീ ആയാലും സാരമില്ല, നിനക്ക് വേണ്ടതായിട്ടുള്ള മുഴുവൻ പ്രൊട്ടക്ഷനും ഞാൻ നൽകാമെന്ന് പറഞ്ഞിട്ട് ബോവാസ് രാജാവ്, അല്ലെങ്കിൽ ബോവാസ് എന്ന് പറയുന്ന അവിടുത്തെ ആ നേതാവ് ഇവളോട് ഏറ്റവും നല്ല രീതിയിൽ ആശ്വസിപ്പിക്കുക. അതുകൊണ്ടാണ് തിരുവചനത്തിന് അതിൻ്റെ 2:13 ഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റൂത്ത് പറയുന്നത് ഇങ്ങനെയാ: എനിക്ക് ഇത്രയും ദരിദ്രയായ എന്നെ ആശ്വസിപ്പിച്ചതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയാം. അപ്പോൾ ഈ ബോവാസ് പറയാണ്, നിന്നെ ആശ്വസിപ്പിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. എന്നോട് ദൈവം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആശ്വസിപ്പിക്കുന്നവരെ തിരിച്ചാശ്വസിപ്പിക്കാനുള്ള കടമയാണ് എന്ന് പറയാം. ഈശോയുടെ ജീവിതമൊക്കെ ഒന്ന് വീണ്ടും ഒന്ന് ഓർത്ത് നോക്കി. എനിക്ക് ഈ ഒരു കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭാഗം എന്നുള്ളത്, ഈശോ ഇങ്ങനെ ചങ്കുപൊട്ടി പോകുമ്പോൾ ഒരു പറ്റ സ്ത്രീകളിൽ നിന്ന് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ പറഞ്ഞിട്ട് ഓർസലീം നഗരിയിലെ സ്ത്രീകൾ ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത്ര വരെ മിണ്ടാതിരിക്കുന്ന ക്രൈസ്റ്റാ. ഈ ഒരു പക്ഷേ മാതാവിനെ നോക്കിയിട്ട് വരെ ഒന്നും പറഞ്ഞിട്ടില്ല ഈശോ. പക്ഷെ എന്നിട്ടും തിരുവചനം അതിൻ്റെ ഒരു ഭാഗം പറയണത് ഇങ്ങനെയാ. അബേലച്ചൻ്റെ ആ ഒരു പ്രാർത്ഥനകളിൽ പറയണത് ഇങ്ങനെയല്ലേ: ഈശോ ഓർസലേം നഗരിയിലെ സ്ത്രീകളെ നോക്കിയിട്ട് അവരെ ആശ്വസിപ്പിച്ചു എന്ന് തിരുവചനം പറയാം. ശരിക്കും ആശ്വസിപ്പിക്കേണ്ടത് ആരാ? ഓർസലേം നഗരിയിലെ സ്ത്രീകളാണ് ഈശോയെ ആശ്വസിപ്പിക്കേണ്ടത്. പക്ഷെ തിരുവചനം പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം പറയാണ്. ഈശോ എന്ത് ചെയ്യുക? അവനെ, ആ ഗ്രൂപ്പിനെ ആശ്വസിപ്പിച്ചിട്ട് പറയുക, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് സങ്കടപ്പെടുക. നിങ്ങൾ സങ്കടപ്പെടണ്ട, നിങ്ങൾ ആശ്വസിപ്പിക്കുന്ന നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്നിങ്ങനെ പറയാം. നിംഫായോ ലാസറിൻ്റെ കുഴിമാടത്തിൻ്റെ മുമ്പിൽ ഈശോ ചെയ്യുന്നത് എന്താ? ഈശോ അവരെ ആശ്വസിപ്പിച്ചു എന്നാ പറയണേ. ഈ ലാസറിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: ഈശോയുടെ സ്നേഹിതനായിട്ട് ലാസർ മാറിയത് ലാസറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു എന്ന് പറയാം. അങ്ങനൊരു കഴിവുള്ളതിൻ്റെ പേരിലാണ് ലാസർ എന്ത് ചെയ്യുന്നത്? ലാസർ ഇങ്ങനെ കൂട്ടത്തിലുള്ളവർ, നാട്ടുകാരെ, വീട്ടുകാരെയൊക്കെ കെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ ആശ്വസിപ്പിക്കാനുള്ളൊരു ശ്രമമൊക്കെ ഉണ്ടായിരുന്നു എന്ന്. ലാസറിനെ കുറിച്ചുള്ള പാരമ്പര്യങ്ങൾ പറയണത് ഇങ്ങനെ: ലാസർ ഇങ്ങനെ ആ ഭാഗത്തുള്ള ഏത് വ്യക്തിയുടെ മരണ വീട്ടിലേക്കും പോയി ആ വീട്ടിലുള്ളവരെ ആശ്വസിപ്പിക്കും. അതുകൊണ്ടാണ് ലാസർ മരിച്ചു കഴിഞ്ഞപ്പോൾ ആയിരങ്ങൾ, പതിനായിരങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ അനേകായിരങ്ങൾ ലാസറിൻ്റെ ഒരു സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. ഞാൻ ഈ ദിവസങ്ങളിൽ ഓർക്കായിരുന്നു, ഒരു ഹൈന്ദവനായ മനുഷ്യൻ്റെ ഒരു സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുക. നമ്മളെ വിളിച്ചിട്ടൊന്നുമില്ലാത്ത ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു അപകടം കണ്ട് ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആയിരങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയും ആൾക്കാർ ആ വീട്ടിലുണ്ട്. ഈ മനുഷ്യനെ കുറിച്ച് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു ടീച്ചറാണ്. ഇദ്ദേഹം ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ മാസ്റ്ററായിട്ട് ഇദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്ന സമയത്താണ് ഒരു ആക്സിഡൻറ്റിൽ പെട്ട് മരിക്കണേ. പക്ഷെ സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഇദ്ദേഹത്തിൻ്റെ ഫ്യൂണറിൻ്റെ സമയത്ത് ഫ്യൂണറൽ നടത്താൻ പോലും പറ്റുന്നില്ല എന്ന് പറയുന്ന രീതിയിൽ അത്രയും ആൾക്കാർ 4 മണിക്ക് വെച്ചിട്ടുള്ള ആ ഫ്യൂണറൽ സെറിമണി തുടങ്ങാൻ പറ്റുന്നില്ല. 5-5:30 ആയിട്ടാണ് തുടങ്ങുന്നത്. ഒന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട്, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ മൃതസംസ്കാരത്തിൻ്റെ മുമ്പിൽ ആയിരങ്ങൾ, പതിനായിരങ്ങൾ കൂടിയിട്ട് നമുക്ക് മണ്ണിലേക്ക് വെക്കാനായിട്ട് പറ്റാത്ത രീതിയിൽ, നമ്മുടെ മണ്ണിലേക്ക് വെക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ മുമ്പിൽ ആശ്വസിപ്പിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ? ചിലപ്പോഴൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും വലിയ പ്രാഗൽഭ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ മരണസമയത്ത് ആരും ഉണ്ടാവണില്ല എന്നുള്ളതല്ലേ. ഒന്ന് മരിച്ച വീട്ടിലേക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയൊക്കെയാ. കഴിഞ്ഞ ദിവസമൊക്കെ ഒരു അച്ഛനൊക്കെ ഇങ്ങനെ ഞങ്ങളോട് ഇങ്ങനെ തമാശയായിട്ട് പറയായിരുന്നു, സ്റ്റാൻസ് നമ്മളൊക്കെ മരിച്ചാൽ ആരാടാ നമുക്ക് വേണ്ടി കരയുക? ഒരുപക്ഷെ എന്ന് പറയുക, ഒരു കുടുംബജീവിതമൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അവരുടെ മക്കളും ഭാര്യയും കുറച്ച് പേരെങ്കിലും ഒക്കെ നിന്ന് കരയണവരുണ്ടാവും. നമ്മളൊക്കെ മരിച്ചാൽ ആരാ കരയുക? ഈ ദിവസങ്ങളിൽ അച്ഛനെ പറഞ്ഞത് ഓർക്കുക, ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ, അച്ഛന്മാർ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരയണവരുടെ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ചുരുക്കാം. വരുന്നവർ കുറേ പേരുണ്ടാവും. പക്ഷേ അത് ഓർത്ത് ഈ അച്ഛൻ അങ്ങനെ പലരും ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ അച്ഛൻ്റെ വേർപാടിലെന്ന് പറഞ്ഞിട്ട് നിൽക്കാനായിട്ട് പറ്റണം. അപ്പോൾ നമ്മൾ ഈ ഒരു സുവിശേഷം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു കഥാപാത്രത്തെയും കൂടി ഒന്ന് ഓർക്കുക. അത് ദാവീദ് രാജാവ് തന്നെയാണ്. ദാവീദിനെ നമ്മളിങ്ങനെ മോശമൊക്കെ ആയിട്ട് ചിത്രീകരിക്കുമ്പോഴും ദാവീദ് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ദാവീദ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അദ്ദേഹം ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന മനുഷ്യനായിരുന്നു എന്ന് പറയണം. തെറ്റിപ്പോയിട്ടുണ്ട്, പക്ഷേ എങ്കിൽ കൂടെ അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അനേകർക്ക് ആശ്വാസത്തിൻ്റെ കൈത്തിരിനാളം കൊടുത്തിരുന്നു. അത് നമുക്കത് കാണാൻ പറ്റുന്നത് ഒരു നല്ലൊരു സമയം എന്ന് പറയുന്നത് സാമുവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 12-ഉം 24-ഉം തിരുവചനങ്ങളിലാണ്. ദാവീദിൻ്റെ ഒരു മോനിങ്ങനെ മരിക്കാൻ കിടക്കുക. ഇങ്ങനെ ഒരു അവിഹിത ഗർഭം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു കാര്യമൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ബത്ശബയിൽ നിന്നുള്ള ഒരു മോനിങ്ങനെ ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ ദൈവം കൊടുക്കുന്ന ശിക്ഷ പോലെ ഇങ്ങനെ കിടക്കുക. പെട്ടെന്ന് കുട്ടി മരിക്കണു. ഈ വിവരം പറയാനായിട്ട് സേവകന്മാർക്ക് പേടിയാവുക. അങ്ങനെ പേടിയായിട്ട് നിൽക്കുന്ന സമയത്ത് ദാവീദ് അവരോട് ചോദിക്കുന്നുണ്ട്, മോൻ മരിച്ചല്ലേ, സാരമില്ല.
അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ദാവീദ് ചെയ്യുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, അവൻ പതുക്കെ ഇങ്ങനെ പോയിട്ട് ഈ മോൻ്റെ അമ്മയായ ബത്ശബയുടെ അടുത്ത് പോയിരിക്കുക. ബത്ശബയുടെ അടുത്ത് പോയിരുന്ന അവളെ ഇങ്ങനെ പരമാവധി ആശ്വസിപ്പിക്കുന്ന ഒരു ദാവീദിൻ്റെ ചിത്രമുണ്ട്. ഒരു രാജാവ് തൻ്റെ പ്രജയെപ്പോലെ കാണുന്ന, അല്ലെങ്കിൽ ഇത്രയും പ്രാഗൽഭ്യമുള്ള ഈ മനുഷ്യൻ പോയിട്ട് ആശ്വസിപ്പിക്കുക. അതുകൊണ്ടൊക്കെയാണ് ഒരുപക്ഷെ ദാവീദിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ക്രിസ്തു എന്ന് പറയുന്ന ആശ്വാസത്തിൻ്റെ പുത്രൻ വിരിഞ്ഞത് എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ഒരു തിരുവചനത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു ചോദ്യമൊക്കെ ഒന്ന് നമ്മൾ ഗൗരവമാക്കണം. കാരുണ്യവർഷമൊക്കെ ഇതേ സമാപിച്ച് അതിൻ്റെ പുതിയ വർഷത്തിലേക്കൊക്കെ നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടെത്തേണ്ട ഒരു ചോദ്യം എന്നുള്ളത് ഈ ഒരു കാര്യമാണ്. ഞാൻ ആരെങ്കിലുമൊക്കെ എൻ്റെ ജീവിതം വഴിയായിട്ട് ആശ്വസിപ്പിച്ചിട്ടുണ്ടാകും. ആർക്കെങ്കിലും എൻ്റെ ജീവിത വൃക്ഷത്തിൽ നിന്ന് ഒരല്പം തണൽ കിട്ടിയിട്ടുണ്ടാകും. നിന്നെക്കുറിച്ച് ആരെങ്കിലും പറയൂ, സത്യത്തിൽ നീ ഒരു നന്മമാരോ, നിൻ്റെ ചില്ലയിൽ എനിക്ക് ചേക്കേറാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? നിൻ്റെ ആ തണൽ കൊണ്ട് കഴിയുന്ന ഒരു അനുഭവം എനിക്കുണ്ടെന്ന്. ചിലപ്പോഴൊക്കെ ഒരു കുടുംബത്തിൽ കഴിയണവരൊക്കെയാണ്, എന്നിട്ട് ഒരു അല്പം ഒന്ന് ആശ്വസിപ്പിക്കുന്ന രീതിയിൽ പറയാൻ പറ്റാതെ കാണുന്ന കുറേ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി കഴിയണവരെ ഈ ദിവസങ്ങളിൽ കാണുക. എൻ്റെ സ്നേഹമുള്ളവരെ, നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്, ചെറിയ ജീവിതമല്ലേ, 65-70 വയസ്സൊക്കെയുള്ള മാത്രം ജീവിക്കണ, ഒരു കാറ്റൊന്നും മാറി വീശിയ തീരണ ജീവിതങ്ങളാണ് നമ്മുടെ. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ ഈ ഒരു നല്ല സമയത്ത്, ജീവിതത്തിൻ്റെ സായം സന്ധ്യയിലേക്ക് എത്തുന്നതിന് മുൻപ് നമുക്കൊന്ന് കെയർ ചെയ്യണ്ടേ? അകലങ്ങളൊന്നും വേണ്ടെന്നേ, കൊമ്പത്തെ കാര്യങ്ങളൊന്നും പറയണ്ട, വീട്ടിലുള്ളവരെയൊക്കെ ഒന്ന് ആശ്വസിപ്പിച്ചേ. ഒന്ന് വെറുതെ ഒന്ന് ഭർത്താക്കന്മാരിങ്ങനെ ഭാര്യയുടെ കണ്ണുകളിൽ നോക്കിയിട്ട് പറയേ, നിനക്ക് സുഖമല്ലേ, നിനക്ക് സന്തോഷമല്ലേ, ആർ യു റിയലി ഹാപ്പി, ആർ യു റിയലി ഹാപ്പി ചോദിക്കണം. വെറുതെയൊക്കെ ഒന്ന് ഓർക്ക്. ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ എൻ്റെ കണ്ണ് നിറഞ്ഞൊരു കാര്യമാണ്, ഒന്നുമില്ല. ഞാൻ എൻ്റെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വളരെ ഒന്ന് മാറി നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ഒരു കാര്യത്തിന് ഇടവകയിലുള്ള കുറച്ച് പേർ കുറച്ച് സാരി എടുക്കാനൊക്കെ ആയിട്ട്, പാവങ്ങൾക്ക് സാരി എടുക്കാനായിട്ട് പോയിൻ്റെ കൂട്ടത്തിൽ ഒരു സാരി ഞാനിങ്ങനെ എടുക്കുക. സാരി എടുത്തിട്ട് ഞാനിങ്ങനെ അമ്മയ്ക്കത് കൊണ്ടു കൊടുക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. എനിക്കത് നോക്കിയിട്ട് കുറേ സാരി എടുത്ത് എൻ്റെ കൂട്ടത്തിൽ അതും കൂടി എടുക്കാൻ പറ്റിയതിൻ്റെ പേരിൽ മാത്രം ഞാൻ അതിനുവേണ്ടി പോയതൊന്നുമല്ല. പക്ഷെ അത് കൊടുത്തു കഴിഞ്ഞ് അതിങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. എന്നുവെച്ച് പറയാ, എൻ്റെ മോനെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു, നീ എനിക്ക് സാരി മേടിച്ചെന്നല്ലൊന്നുമല്ല, മറിച്ച് നീ എന്നെ കെയർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുമ്പോൾ ഒരു വലിയ ആശ്വാസമാണ്. നീ പ്രസംഗിക്കാൻ പോകണം എല്ലാം ശരിയാ, പക്ഷെ ഞാൻ നിൻ്റെ അമ്മയല്ലടാ, ഇടയ്ക്ക് നീ എന്നെ ഒന്ന് മൈൻഡ് ചെയ്യണ്ടേ. സത്യം പറഞ്ഞാൽ ഞാനൊന്നിങ്ങനെ ഒത്തിരി ഇരുന്ന് കരയുക. കാരണം നമ്മളിങ്ങനെ ഒരു കുറേ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ തിരക്കിൻ്റെ ഇടയിൽ നിന്നൊക്കെ നമ്മുടെ ബന്ധങ്ങളൊക്കെ നമ്മളിങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മറക്കുക. നമുക്കിങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാനൊക്കെ ഒന്ന് പറ്റും. ഇടയ്ക്കൊക്കെ ഒന്ന് അവരുടെ ബർത്ത്ഡേ ഒക്കെ ഒന്ന് അറിഞ്ഞ് വിഷ് ചെയ്യുക. ഞാനിങ്ങനെ തൃശ്ശൂർ ഉപതലത്തിൽ ഒരു അച്ഛനെ ഒന്ന് ഓർത്തുകൊണ്ട് ഈ വിചാരങ്ങൾ അവസാനിപ്പിക്കുക. അച്ഛനിങ്ങനെ ആശ്വസിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നാറുള്ളത് എൻ്റെ ബർത്ത്ഡേ അച്ഛൻ കണ്ടറിഞ്ഞ് ഫോൺ ചെയ്യാന്നുള്ളതാണ്. ഞാൻ അച്ഛൻ്റെ ബർത്ത്ഡേ ഒന്നും വിളിക്കാറില്ല. അച്ഛൻ്റെ ബർത്ത്ഡേ ആയിട്ടൊന്നും ഒരു ബന്ധമില്ല, എനിക്ക് അറിയില്ല. എന്നിട്ട് അച്ഛൻ ഓരോ ജൂൺ 8-ാം തീയതി എന്നെ വിളിച്ചിട്ട് പറയും, സ്റ്റാൻസാ ഹാപ്പി ബർത്ത്ഡേ. പിന്നെ ഇങ്ങനെ കണ്ണ് നിറഞ്ഞു. എന്നിട്ട് ഞാനൊരു അച്ഛനോട് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറയാ, തൃശ്ശൂർ ഉപതലുള്ള എല്ലാ അച്ഛന്മാരെയും ഞാൻ വിളിക്കാറുണ്ട്. എന്നിട്ട് ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എത്ര പേര് വിളിക്കാറുണ്ട് അച്ഛാ? എനിക്ക് പറ്റാറില്ല ഏട്ടാ. അപ്പോൾ അച്ഛൻ പറയും, സാരില്ലേടാ, ഒരാൾക്കെങ്കിലും വിഷ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗ്യമാണ്. നമുക്ക് അങ്ങനെയൊക്കെ ഒന്ന് ഓർക്കാൻ പറ്റും. നമ്മുടെ ജന്മദിനങ്ങൾ, നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ ആഘോഷങ്ങൾ, അവരുടെ സങ്കടങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ഒരാത്മീയത ക്രിസ്തു ചെയ്തതുപോലെ ആശ്വാസത്തിൻ്റെ മരുപ്പച്ചകളായിട്ട് തീരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.